വ്യൂവേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും ഹാപ്പിയാണോ? അപ്പൊ അതിനു മുമ്പ് ഞാൻ ചോദിച്ചോട്ടെ, എല്ലാവരും നമ്മൾ ഈയിടെയൊക്കെ സ്പെഷ്യൽ ഡേകളൊക്കെ ആചരിച്ചിരുന്നു. ആ ഡേകളെ പറ്റിയൊക്കെ എല്ലാവരും നിങ്ങളുടേതായ രീതിയിൽ അന്വേഷിച്ചിരുന്നു. പത്രങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയോ കൂട്ടുകാര്? പാട്ടുകളൊക്കെ കേൾക്കാൻ തുടങ്ങിയോ? യോഗയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ? ഓരോ സ്പെഷ്യൽ ഡേകൾ വരുമ്പോൾ നിങ്ങൾ അതിൻ്റെതനുസരിച്ചായിട്ടും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഞാൻ ചോദിച്ചത്. പിന്നെ അതിന് മുമ്പ് പറയട്ടെ, ഞാൻ നിങ്ങളെ ഇന്നലെ അക്ഷരങ്ങൾ പഠിപ്പിച്ചിരുന്നു. എന്തൊക്കെ അക്ഷരങ്ങളായിരുന്നു ഞാൻ പഠിപ്പിച്ചിരുന്നത്? കൂട്ടക്ഷരങ്ങളായിരുന്നു ഞാൻ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ കൂട്ടുകാരെല്ലാം അത് എഴുതി നോക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും അതൊന്ന് എഴുതി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് എഴുതി നോക്കി അത് ഒന്നുകൂടെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇന്ന് ഞാൻ കൂട്ടക്ഷരത്തിലേക്ക് ബാക്കിക്ക് പോകുന്നില്ല, കാരണം ഒന്നര വിട്ടാണ് ഞാൻ കൂട്ടുകാരെ ഇത് പഠിപ്പിക്കുന്നത്. കാരണം അത് നിങ്ങൾക്ക് എത്രത്തോളം ഓർമ്മയിൽ നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ എനിക്കത് അറിയാൻ പറ്റുന്നില്ല, കാരണം നിങ്ങൾ കമന്റിലൂടെ ഒന്നും എനിക്കത് അയച്ചു തരാത്തത് കൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഡേറ്റ് ഞാൻ വിട്ടാണ് നിങ്ങളെ ഞാനത് പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏതായാലും ഒന്ന് ശ്രമിച്ചു നോക്കുക അതൊക്കെ ഒന്ന് എഴുതാന്. അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത്, നമ്മൾ എന്തെല്ലാം ഡേകൾ ഈ അടുത്തിടെ ആദരിച്ചു അല്ലെ? നമ്മൾ ഫാദേഴ്സ് ഡേ ആദരിച്ചു, നമ്മൾ യോഗ ഡേ ആദരിച്ചു, നമ്മൾ മ്യൂസിക് ഡേ ആദരിച്ചു, നമ്മൾ റീഡിംഗ് ഡേ ആദരിച്ചു. ഇതിനൊക്കെ ഒരുപാട് പ്രത്യേകതകളും അതിൻ്റെയൊക്കെ പ്രാധാന്യങ്ങളും ഉണ്ടായിരുന്നു. എനിക്കറിയാവുന്ന തരത്തിലുള്ള പ്രാധാന്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തു. അപ്പൊ അതുപോലെ ഇന്ന് ഒരു പ്രത്യേക തരം ദിവസമാണ്. എന്താണ് ആ പ്രത്യേകത എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. നിങ്ങൾ പലർക്കും അത് അറിയാമായിരിക്കും, പലർക്കും അത് അറിയത്തില്ലായിരിക്കും. കാരണം നമ്മൾ പലരും ഓരോ ദിവസവും എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടെന്നുള്ളത് ചിന്തിക്കാറില്ല. അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് ചിന്തിച്ച് നമ്മൾ അറിയാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞാൽ പലവിധ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുകയും കൂടുതൽ ജനറൽ നോളജ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജൂൺ 23 ഇന്ന് ജൂൺ 23 എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യാന്തര ഒളിമ്പിക്സ് ഡേ ആണ്. അതായത് രാജ്യാന്തര ഒളിമ്പിക്സ് ഡേ ആണ് ഇന്നത്തെ ദിവസം. വേൾഡ് ഒളിമ്പിക്സ് ഡേ. രാജ്യാന്തര ഒളിമ്പിക്സ് ഡേ എന്ന് പറയുമ്പോൾ അതിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ പലവിധ പ്രശ്നങ്ങളുടെയും പലവിധ ആൾക്കാരുടെ പരിശ്രമങ്ങളുടെയും ഫലമായിട്ടാണ് ഇന്ന് ഒളിമ്പിക്സ് ഡേ എന്ന് പറയുന്ന ഒരു ദിവസം നമുക്ക് ആചരിക്കാൻ പറ്റിയത്. അപ്പം ഒളിമ്പിക്സ് ഡേ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്കൂളിൽ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന കൂട്ടുകാരുണ്ടായിരിക്കും, ചാട്ടത്തിന് പങ്കെടുക്കുന്ന കൂട്ടുകാരുണ്ടായിരിക്കും, അങ്ങനെ സ്വിമ്മിങ്ങിന് പോകുന്ന കൂട്ടുകാരുണ്ടായിരിക്കും, അങ്ങനെ എല്ലാത്തിനും കാര്യങ്ങൾക്ക് പങ്കെടുക്കുന്ന കൂട്ടുകാരുണ്ടായിരിക്കും. അവർക്ക് സ്പോർട്സിനോട് താല്പര്യമുള്ള ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ടായിരിക്കും. അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരുപാട് ആൾക്കാർ നമുക്കിടയിൽ തന്നെയുണ്ട്. പാട്ടിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നത്, സ്പോർട്സിന് വേണ്ടിയും ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരുപാട് ആൾക്കാർ, ഒരുപാട് പേരെ നമുക്ക് VIPസിനെ ആണെങ്കിലും സെലിബ്രിറ്റീസിനെ ആണെങ്കിലും ഒക്കെ നമുക്ക് തന്നെ അറിയാം. അപ്പൊ കൂട്ടുകാർക്കും അതിനെപ്പറ്റി അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ ഇന്ന് ജൂൺ 23 അല്ലെ? ജൂൺ 23 സ്പോർട്സ് ഡേ എന്ന് പറയുമ്പോൾ എന്താണ് സ്പോർട്സ് ഡേ എന്നുള്ളത് ആദ്യം നമ്മളൊന്ന് അറിയാൻ ശ്രമിക്കണം. വെറും സ്പോർട്സ് എന്ന് പറയുമ്പോൾ കായിക കാര്യങ്ങൾ എന്ന് മാത്രം ചിന്തിച്ച് ഒതുങ്ങി കൂടാതെ എന്താണ് സ്പോർട്സ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഞാൻ അതിനെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ 1947 ജൂൺ 23 നമ്മൾ ആദ്യമായിട്ട് രാജ്യാന്തര ഒളിമ്പിക്സ് ദിവസമായിട്ട് നമ്മൾ ആദരിച്ചു തുടങ്ങിയത്. രാജ്യാന്തര ഒളിമ്പിക്സ് ദിനമായിട്ട് നമ്മൾ ആദരിച്ചു തുടങ്ങിയപ്പോൾ ഇതിനെപ്പറ്റി വേറൊരു കാര്യം കൂടി പറയാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഒരാശയം, എന്താണ് ഒളിമ്പിക്സ് എന്നുള്ളത് നമ്മളുടെ മനുഷ്യർക്ക് നമുക്ക് മനസ്സിലാക്കി തന്നത് ഗ്രീക്ക് ശക്തിദേവനായ ഹെർക്കുലീസ് എന്ന് പറയുന്ന ഹെർക്കുലീസ് ആയിരുന്നു. അദ്ദേഹമായിരുന്നു എന്താണ് ഒളിമ്പിക്സ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നത്. പിന്നീടാണ് ആ ഒളിമ്പിക്സിനെ പറ്റി മറ്റുള്ള ആൾക്കാർ പഠിക്കാൻ തുടങ്ങുകയും പിന്നെ അതിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നുള്ള രീതികളിലേക്ക് ഓരോ ആൾക്കാരും പോയത്. ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കായിക ഇനമല്ല ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മുടെ സംസ്ഥാനത്തെക്കാട്ടി കൂടുതൽ ഫോറിൻ കൺട്രീസിനാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെക്കാട്ടി കൂടുതൽ ഫോറിൻ കൺട്രീസിനാണ് ഈ സ്പോർട്സിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത്. പാരീസ്, ഫ്രാൻസ്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾക്ക് സ്പോർട്സിന് വളരെയധികം പ്രാധാന്യം. നമ്മുടെ ഇവിടത്തെക്കാട്ടി കൂടുതൽ സ്പോർട്സ് കൊണ്ട് കൂടുതലും സ്പോർട്സിന്റെ സൗകര്യങ്ങളും അതുകൊണ്ടുള്ള പ്രയോജനങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന എല്ലാ രീതിയിൽ ഒരു രാജ്യം അറിയപ്പെടുന്നത് കൂടുതലും മറ്റു ഫോറിൻ കൺട്രീസുകളാണ്. അപ്പം അതുപോലെ നമ്മുടെ കേരളത്തിന് പ്രാധാന്യമില്ലെന്നല്ല, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലും നമ്മുടെ സ്പോർട്സിന് പ്രാധാന്യമുണ്ട്. പക്ഷെ കൂടുതലും ഫോറിൻ കൺട്രീസിലെ ആൾക്കാരാണ് സ്പോർട്സ് എന്ന് പറയുന്നതിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടിരിക്കുന്ന ആൾക്കാർ ഫോറിൻ കൺട്രീസിലാണ് കൂടുതലും ഉള്ളത്. നമ്മുടെ ഇവിടെയും ഉണ്ട്, കൂടുതലും ആൾക്കാർ അവിടെയാണ് ഉള്ളത്. അവിടുത്തെ ജനങ്ങളും അതിനെ സ്നേഹിക്കുന്നവരാണ്. ഇവിടെ എന്ന് പറയുന്നത്
ഒരു വിഭാഗക്കാർ മാത്രം, ആ സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന വിഭാഗക്കാർ മാത്രമേ അതിനെ സ്നേഹിക്കത്തുള്ളൂ. പക്ഷെ ഫോറിൻ കൺട്രീസിൽ അതല്ല, ഒരു ജനത തന്നെ അതിന്റെ പുറകെ പോകുന്നതാണ് നമ്മൾ കാണാറുള്ളത് ഫോറിൻ കൺട്രീസ്. അപ്പം സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ശക്തിദേവനായ ഹെർക്കുലീസ് കൊണ്ടുവന്നതാണ് ഒളിമ്പിക്സ് എന്ന് ഞാൻ പറഞ്ഞു. ഒളിമ്പിക്സ് കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഈ ഒളിമ്പിക്സ് ദിനമായിട്ടൊരു ദിവസം വേണം. അതായത് സ്പോർട്സ് ഡേയും യോഗ ഡേയും എന്നൊക്കെ യോഗ ഡേയും മ്യൂസിക്കൽ ഡേയും ഫാദേഴ്സ് ഡേയും എന്നൊക്കെ പറയുന്ന പോലെ ഇനി ഒരു ഒളിമ്പിക്സ് ഡേ വേണമെന്ന് ആദ്യമായി ആഗ്രഹിച്ചിരുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ബാരൻ പിയറി ഡി കുബർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനായിരുന്നു ഒരു ഒളിമ്പിക്സ് ഡേ ആയിട്ട് ഒരു ദിവസം ആദരിക്കണമെന്നുള്ള ആഗ്രഹം ആദ്യമായിട്ട് വന്നത്. അദ്ദേഹം ആ ഒരു ആശയം മുന്നോട്ട് വെക്കുകയും പക്ഷെ അന്നത്തെ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി അത് അംഗീകരിക്കുകയും ചെയ്തില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ സ്വപ്നം അവിടെ നടക്കാതെ പോയി. പക്ഷെ പിന്നീട് അതായത് സ്വീഡനിലെ നമ്മുടെ സ്റ്റോക്ക് ഹോമില് ഗ്രൂസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര കമ്മിറ്റിയുടെ IOCയിലുള്ള ഗ്രൂസ് എന്ന് പറയുന്ന വ്യക്തി അന്താരാഷ്ട്ര കമ്മിറ്റിയിലെ ഈ തീരുമാനം കൊണ്ടുവരികയും അത് പ്രാവർത്തികമാവുകയും ചെയ്തു. അങ്ങനെയാണ് 1947 ജൂൺ 23 സ്പോർട്സ് ഡേ ആയിട്ട് നമ്മൾ ആദരിക്കാൻ തുടങ്ങിയത്. സ്പോർട്സ് ഡേ ആയിട്ട് ആദരിക്കാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ ഇതിനു വേണ്ടി IOC 42 അംഗങ്ങളായുള്ള ഒരു സെക്ഷനെ രൂപീകരിക്കുകയും ഇതിന്റെ വേണ്ടിയുള്ള ദേശീയ ഇവന്റിന് വേണ്ടി അതിനുവേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ദിവസത്തിന്റെ ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെ നമ്മൾ തുടങ്ങിയത്. അപ്പൊ ഈ സ്പോർട്സ് ഡേ എന്ന് പറയുമ്പോൾ ആ ദിവസത്തിനാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും തീരുമാനവും എല്ലാ തുടക്കം കുറിക്കലും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങളും നടക്കുന്നത് എന്ന് പറയുന്നത് ഈ ദിവസമാണ്. ഏത് ജൂൺ 23 അതിന് സ്പോർട്സ് ഡേയുടെ ദിവസമാണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ആഘോഷിക്കുന്നത്. പിന്നീട് ജ്യൂസ് ഇത് കൊണ്ടുവരികയും പിന്നെയും നമ്മുടെ ബാരൻ പിയറി ഡി കുബർട്ടിന് ഇത് പിന്നെയും ഫ്രാൻസിലെ ഒരു അന്താരാഷ്ട്ര IOCയുടെ കമ്മിറ്റിയിൽ ഇത് കൊണ്ടുവരികയും അവിടെ നിന്ന് ഇത് തള്ളപ്പെടുകയും ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് ശ്രമം അദ്ദേഹം നടത്തിയെങ്കിൽ ഇത് പ്രാവർത്തികമാക്കാൻ സാധിച്ചത് ജ്യൂസിനായിരുന്നു. അങ്ങനെ സ്പോർട്സ് ദിനമായിട്ട് നമ്മൾ ജൂൺ 23 ആദരിക്കാൻ തുടങ്ങി. സ്പോർട്സ് ദിനമായിട്ട് ജൂൺ 23 നമ്മൾ ആദരിക്കാൻ തുടങ്ങിയപ്പോൾ അതിനുവേണ്ടി പ്രയത്നിച്ച ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഈ ബാരൻ പിയറി ഡി കുബർട്ടിനായിരുന്നു അതിന്റെ സെക്രട്ടറി ആയിട്ട് IOC സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ അവർ രൂപീകരിച്ചു. ആ സെക്ഷന്റെ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തത് ബാരൻ ഡി കുബർട്ടിനെ ആയിരുന്നു. പിന്നീട് അതിന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തത് ഡിമിത്രീസ് വിഗേലസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ പ്രഥമ പ്രസിഡന്റും പ്രഥമ സെക്രട്ടറിയും എന്നത് ഡിമിത്രീസ് വിഗേലസും ബാരൻ പിയറി ഡി കുബർട്ടിനുമായിരുന്നു അതിന്റെ പ്രഥമ പ്രസിഡന്റും പ്രഥമ സെക്രട്ടറിയുമായിട്ട് മാറിയത്. പിന്നീട് 14 രാജ്യങ്ങളിൽ നിന്ന് 241 അംഗങ്ങളാണ് ഈ സ്പോർട്സിനായിട്ട് പങ്കെടുത്തത്. അതിൽ 9 രാജ്യങ്ങളായിട്ട് അവരെ തിരിക്കുകയും അതിന്റെ ഓരോ വിഭാഗത്തിലേക്ക് അവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ഇവന്റ് നമ്മൾ രൂപീകരിക്കുക. അങ്ങനെ ഒരു ദിവസം നമ്മൾ സ്പോർട്സ് ഡേ ആയിട്ട് ആദരിക്കാനും തുടങ്ങിയത്. അപ്പം ഇപ്പൊ മനസ്സിലായത് സ്പോർട്സ് എന്ന് പറയുമ്പോൾ ആ വെറും സ്പോർട്സ് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര ഒളിമ്പിക് ഡേ മാത്രമല്ല, അതിന്റെ പിന്നിൽ ഓരോ ദിവസങ്ങളും നമുക്ക് ആദരിക്കപ്പെടുന്നുണ്ടെങ്കിലും ആ ദിവസം അതിനുവേണ്ടി മാറ്റി വെക്കപ്പെടാൻ അതിന്റെ പിറകിൽ പ്രയത്നിച്ച ഒരുപാട് പേരെ നമ്മൾ കാണാതെ പോകുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഓരോ ദിവസത്തിന്റെ സ്പെഷ്യൽ ഡേ വരുമ്പോൾ എന്തുകൊണ്ടാണ് ആ സ്പെഷ്യൽ ഡേ നമ്മൾ ആദരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നത്. അപ്പൊ പതിവുപോലെ യോഗയുടെ പഠിപ്പിച്ച പോലെയും മ്യൂസിക് ഡേയുടെ പഠിപ്പിച്ച പോലെയും റീഡിംഗ് ഡേയുടെ പഠിപ്പിച്ച പോലെ നിങ്ങൾ ഇതും മനസ്സിലാക്കുന്നു, ഓർത്തു വെക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇതേപോലുള്ള ഏതെങ്കിലും ഒരു ചോദ്യങ്ങളോ, നമ്മളിപ്പോൾ PSC പരീക്ഷകളൊക്കെ വരുമ്പോൾ കൂടുതൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത്. ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുട്ടികൾക്കായാലും ജനറൽ നോളജ് ആകുമ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് എഴുതാനും സാധിക്കും. നമ്മൾ ഒന്നിനും വിട്ടുകളയല്ലേ. ലോകത്തെ എല്ലാത്തിനെ പറ്റി ഒരു ചെറിയ അറിവ് നമ്മൾ നേടിയിരിക്കണം. ആര് എന്തിനെ പറ്റി ചോദിച്ചാലും അതിനെപ്പറ്റി പറയാനുള്ള ഒരു വ്യക്തമായ ഒരു കഴിവും നമ്മുടെ ഓരോ സ്പെഷ്യൽ ഡേ, നാളെ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേകളായിരിക്കും. അങ്ങനെ ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ ഡേകളുണ്ട്, നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ സ്പോർട്സ് ഡേ എന്ന് പറയുമ്പോൾ കൂട്ടുകാര് എന്താണ് 10th കുറച്ച് മാർക്ക് കിട്ടും. അപ്പൊ 8ാം ക്ലാസ് തൊട്ട് കൂട്ടുകാർ കഴിക്കാം 8 തൊട്ട് ഓരോ സ്പോർട്സിലെന്ന് ചേരാം. അപ്പൊ അതിന് കിട്ടുന്ന മെറിറ്റ് മാർക്ക് 10th കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടുന്നത് കരുതുന്ന കൂട്ടുകാർക്കുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള കുഞ്ഞുങ്ങളെ 14 രാജ്യങ്ങളില് 241 അത്ലറ്റിക്കുകൾ പങ്കെടുത്തു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. 9 വിഭാഗക്കാരായിട്ട് ഇവരെ തിരിച്ചു. പക്ഷെ അതിനകത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ പുരുഷന്മാർ മാത്രമേ ഉള്ളായിരുന്നു, സ്ത്രീകളില്ലായിരുന്നു തുടക്കത്തില്.
സ്പോർട്സിൽ സ്ത്രീകളില്ലായിരുന്നു. അതും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് ഇൻഫോം ചെയ്യുവാണ്, സ്ത്രീകളെ അതിനകത്ത് ഇല്ലായിരുന്നു. അപ്പം ഇത്രയും കൊണ്ട് സ്പോർട്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ സ്പോർട്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 10ാം ക്ലാസ്സിൽ ജയിക്കാൻ ഒരു മെറിറ്റിന് വേണ്ടി മാത്രം പല കൂട്ടുകാരും അമ്മമാരും കൂടുതലൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക, എല്ലാത്തിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുക, ഒരു ജനറൽ നോളജ് ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ.